വാർത്തകളിലേക്ക്. എറണാകുളം പനങ്ങാട് അമ്മയുടെ വാരിയെല്ല് തല്ലിയൊടിച്ച മകൾ പിടിയിൽ. പനങ്ങാട് സ്വദേശി നിവ്യയാണ് പിടിയിലായത്. ഫേസ് ക്രീം മാറ്റിവെച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദനത്തിന് കാരണം. കമ്പിപ്പാര ഉപയോഗിച്ചാണ് നിവ്യ അമ്മയെ മർദ്ദിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. കൊലപാതക കേസുകളിൽ ഉൾപ്പെടെ പ്രതിയാണ് നിവ്യ. മുജ്തബ വിവരങ്ങൾ നൽകും. മുജ്തബ, വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. അമ്മയുടെ വാരിയെല്ല് മകൾ തല്ലിയൊടിച്ചു. മകൾക്ക് ഒരു ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്നുകൂടി മനസ്സിലാക്കുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? പതിവായി ഉപയോഗിക്കുന്ന ഫേസ് ക്രീം മാറ്റിവെച്ചു എന്ന് ആരോപിച്ചാണ് മകൾ അമ്മയെ കമ്പിപ്പാര കൊണ്ട് അടിക്കുകയും ഗുരുതര പരിക്ക് ഏൽക്കുകയും ചെയ്തിട്ടുള്ളത് എന്നാണ് പോലീസ് പറയുന്നത്. ഈ തൊഴിലുറപ്പ് ജോലിക്ക് പോകുന്ന സരസു എന്ന് പറയുന്ന എറണാകുളം സ്വദേശിയായിട്ടുള്ള അമ്മയെ കഴിഞ്ഞ ദിവസം ഗുരുതരമായി മർദ്ദിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് പലതവണ വീട്ടിൽ വന്നപ്പോഴും ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പനങ്ങാട് പോലീസ് കേസെടുക്കുകയും തടഞ്ഞു വെച്ച് മർദ്ദിക്കുകയും ആയുധം ഉപയോഗിച്ച് ആക്രമിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ഒക്കെ കുറ്റങ്ങൾ ചുമത്തി കേസെടുത്തിരുന്നു. അതിനുശേഷം പിന്നീട് ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്നാണിപ്പോൾ അല്പസമയം മുമ്പ് വയനാട് നിന്ന് ഇവരെ പോലീസ് പിടികൂടിയിരിക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവർക്ക് ചില ക്രിമിനൽ പശ്ചാത്തലങ്ങളുണ്ട്. അത്തരം കേസുകളിൽ കൂടി പ്രതിയാണ് എന്നുള്ളതാണ്. എന്തായാലും ഈ നേരത്തെ നമ്മൾ പറഞ്ഞ സരസു 2 മക്കളാണ്. മൂത്ത മകൾ വിവാഹിതയാണ്, ഭർത്താവിനൊപ്പമാണ് താമസിക്കുന്നത്. ഇവരാണെങ്കിൽ ഈ വിനയാണെങ്കിൽ ഇപ്പോൾ അവർ ഭർത്താവിനൊപ്പമല്ല, അവർ വേർപിരിഞ്ഞ് കഴിയുകയാണ്. അമ്മയ്ക്കൊപ്പമാണ് താമസം. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം അവരുടെ ഫേസ് ക്രീം കാണുന്നില്ല, അത് അമ്മ എടുത്ത് മാറ്റിയതാണെന്ന് പറഞ്ഞു. അമ്മ പലതവണ അത് അങ്ങനെയല്ല, ഞാൻ എടുത്തിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും അതൊന്നും കൂട്ടാക്കാതെ മർദ്ദനം തുടർന്നു. ആദ്യം മുഖത്തും അതോടൊപ്പം തന്നെ പുറകിലും മുതുകിനുമൊക്കെ അടിക്കുകയും ഇടിക്കുകയും അവരെ നിലത്തിടുകയും ചെയ്ത ശേഷമാണ് വീണ്ടും ഈ ഫേസ് ക്രീം എവിടെയാണ് എന്ന് ചോദിച്ചതിന് മറുപടിയില്ല എന്നതുൾപ്പെടെയുള്ള പ്രകോപനം. അത് കാരണം കമ്പിപ്പാര ഉപയോഗിച്ച് അവരെ ഗുരുതരമായി അടിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തു. വാരിയെല്ലിന് കാര്യമായി തന്നെ പരിക്കുണ്ട്. അങ്ങനെയാണ് ഈ നിലവിളി കേട്ട് തൊട്ടടുത്തുള്ള ആളുകൾ ഓടി വരികയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നത്. പിന്നീട് അവിടെ നിന്ന് അപ്രത്യക്ഷയായ ഈ മകളെ തേടി പലതവണ പോലീസ് വീട്ടിലെത്തുകയും ഒക്കെ ചെയ്തു. എന്തായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ വയനാട് നിന്ന് ഈ നിവ്യ, ഞാൻ നേരത്തെ വിനയ എന്നാണ് പറഞ്ഞത്, നിവ്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ പിടിയിലായിരിക്കുന്നത്.